ഹായ് ഗൈസ്, ഇന്നലെ ഞങ്ങളുടെ ടോബിക്കുട്ടന് ഹീറ്റ് സ്ട്രോക്ക് വന്നു. സമയത്ത് ശ്രദ്ധിച്ചതുകൊണ്ട് രക്ഷിക്കാനായി. ഈ വീഡിയോയിൽ സിമ്പതി നേടാനല്ല, മറിച്ചൊരു മെസ്സേജ് നൽകാനാണ്. പിന്നെ ഒരു കാര്യം, ഞങ്ങളുടെ ടോബിക്കുട്ടൻ 2 മാസം പ്രായമുള്ളപ്പോഴേ ഇവനൊരു 20-25 പ്രാവശ്യമെങ്കിലും ട്രാവൽ ചെയ്തിട്ടുണ്ടാവും, ട്രിവാൻഡ്രം തൊട്ട് കൊച്ചി വരെ. എന്നാൽ ഇതുവരെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്നലെ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രം പോകുന്ന വഴിക്കാണ്ട് അവന് ഒരു ഹീറ്റ് സ്ട്രോക്ക് വന്നത്. ഈ ഹീറ്റ് സ്ട്രോക്ക് വന്ന പിന്നെ അവന് ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത്ര അവ കഷ്ടപ്പെടാനുണ്ടായിരുന്നു. അതുമല്ല, അവന് ഈ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നതും ഈ ഒരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിട്ടാണ്. ഇത് കണ്ടിട്ട് ഞങ്ങൾ അവനെ കുമരകം വെറ്റിനറി ഹോസ്പിറ്റലിൽ എത്തിച്ചു. അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഡോക്ടർ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവൻ റെസ്റ്റ് ചെയ്തോട്ടെ എന്ന്. അങ്ങനെ അവൻ കുറേ നേരം അവിടെ കിടന്നു. അവന് തണുത്ത വെള്ളം വാങ്ങിക്കൊടുത്തു, മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവന് ഒട്ടും കുറവില്ലായിരുന്നു. അത്രയ്ക്കും ഹെവി പാൻറ്റിങ് ആയിരുന്നു അവനുണ്ടായിരുന്നത്. ഞങ്ങൾ ഈ ഒരു ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും 3:05 3 മണിവരെ അവിടുത്തെ ഡോക്ടേഴ്സ് ഉള്ളേ. എമർജൻസി ആയതുകൊണ്ട് ഞങ്ങൾ മൊബൈൽ വെറ്റിനറി ആയ 1962 വിളിച്ചേ. അവർക്ക് വന്നിട്ട് വൈകുന്നേരം 4 മണി തൊട്ട് രാത്രി 12 മണി വരെയാണ് ഡ്യൂട്ടി ഉള്ളത്. അതുകൊണ്ട് അവൻ്റെ അവസ്ഥ അത്രയും മോശമായതുകൊണ്ട് അവൻ ഇച്ചിരി നേരം അവിടെ റെസ്റ്റ് ചെയ്യിച്ചിട്ട് ഞങ്ങൾ അവനെ കോട്ടയം ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റലിൽ എത്തിച്ചേ. പിന്നെ ഈ ഒരു ഹീറ്റ് സ്ട്രോക്ക് വരാൻ മെയിൻ റീസൺ ഞങ്ങളുടെ കാറിലെ AC കംപ്ലൈൻ്റ് ആയിരുന്നു. ഇത് കാരണം അവൻ്റെ ബോഡി ഭയങ്കരമായിട്ട് ഹീറ്റായി, അവൻ്റെ വായിൽ നിന്നൊക്കെ ബ്ലീഡിങ് വരെ വരാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജാണ്, കുറച്ച് ടൈമും കൂടി കഴിഞ്ഞെങ്കിൽ അവന് കിട്ടില്ല എന്ന് വരെ പറഞ്ഞു. ബട്ട് അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു, നല്ല രീതിയിൽ അവനെ ട്രീറ്റ് ചെയ്തു, അവന് ഡ്രിപ്പ് ഇട്ടു. പിന്നെ അതേ ഈ ഒരു ഐസ് പാക്ക് വെച്ച് ഞങ്ങൾ അവനെ റബ്ബ് ചെയ്ത് കൊടുത്തു. അത്രയ്ക്ക് അവന് നല്ല രീതിയിൽ ടെമ്പറേച്ചറും ഭയങ്കര ഹൈ ലെവലായിരുന്നു. അങ്ങനെ അവിടുത്തെ ഡോക്ടർ ഞങ്ങളുടെ ടോബിക്കുട്ടനെ രക്ഷിച്ചു. ഇപ്പം അവൻ നല്ല ഹെൽത്തിയാണ്. ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഒരു 3 മണിക്കൂറത്തോളം യാത്ര ഉണ്ടായിരുന്നു. അപ്പം അവന് കുടിക്കാനായിട്ട് ഗ്ലൂക്കോസൊക്കെ തന്നു അവിടുത്തെ ഡോക്ടർ. പിന്നെ ഐസ് പാക്ക് തന്നു റബ്ബ് ചെയ്യാൻ. പിന്നെ ഒരു കാര്യം, ഈ ഹീറ്റ് സ്ട്രോക്ക് തമാശയല്ല കേട്ടോ. അവർക്ക് സംസാരിക്കാൻ കഴിയില്ല, പക്ഷേ അവർക്ക് നമ്മുടെ കരുതൽ വേണം. ഷെയർ ദിസ് വീഡിയോ. ഒരു പെറ്റ് ഓണറെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് തൻ്റെ പെറ്റിനെ സുരക്ഷിതമാക്കിയാൽ അതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം.